ട്യൂസ്ഡേ ആഫ്റ്റർനൂൺ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോഴാണ് ആലോചിച്ചത്. ശനിയാഴ്ച വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ചീരയും കറിവേപ്പിലയും നെല്ലിക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് വന്ന പാടെ ഫ്രിഡ്ജിൽ അങ്ങ് എടുത്ത് വെച്ചു കവറോടെ. ഇത് വാടി കരിഞ്ഞു. മാത്രമല്ല ഒരു തോരന് പോലും തികയില്ല. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ പറിച്ച കൂട്ടത്തിൽ എനിക്കും കൂടെ കുറച്ച് തന്നതാണ്. പിന്നെ ഞാൻ നെല്ലിക്കയൊക്കെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ചീര പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വേലിച്ചീര മുമ്പുണ്ടായിരുന്നു. വേലിച്ചീര, സാമ്പാർ ചീര, പൊന്നാങ്കണ്ണി ചീര ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഈ കാർ പോർച്ച് സെറ്റ് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. അതൊക്കെ പുഴുതു മാറ്റി. പിന്നെ ഈ ഒരു കുട്ടിത്തക്കാളിയുടെ ചെടിയിൽ ഇന്ന് കുറച്ച് ഇല ഉണ്ടായിരുന്നു. അത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മുറ്റത്തണ്ടൊക്കെ ഞാൻ ഒടിച്ചത് നട്ട് വെക്കണമുണ്ട്. മഴയുണ്ട്, ചിലപ്പോൾ പൊടിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ചീര എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് വിതിരയിൽ പോയപ്പോൾ ഒരു റോഡ് സൈഡ് ഒരു കടയുടെ ഫ്രണ്ടിൽ നിന്നാണ്. അവിടെ നിന്ന് അങ്ങനെ പുഴുതുകൊണ്ട് വന്ന് ഇവിടെ നട്ടു. ഭാഗ്യത്തിന് മഴയുള്ള സമയം കൊണ്ട് പൊടിച്ചും കിട്ടി. പിന്നെ പൊന്നാങ്കണ്ണിയും കുടങ്ങലൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനി അതൊരു ദിവസം കൂടെ പറിച്ചു കഴിഞ്ഞാൽ തോരൻ വെക്കാനാകും. അപ്പം കിട്ടിയ ചീരയൊക്കെ കൊണ്ട് ഞാൻ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണിച്ച കരിഞ്ഞൊരു പുല്ല് പോലെ നിന്നത് നമ്മൾ പുൽത്തൈലമൊക്കെ മേടിക്കത്തില്ലേ, അതിൻ്റെ പുല്ലാണ്. പൊന്മുടി പോയപ്പോൾ ചെയ്യാൻ കൊണ്ട് വെച്ചതാണ്. മഴയായതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് പൊടിച്ച് കിട്ടുന്നുണ്ട്. ചെറിയ നാമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തോരന് അത്രയും തികയാത്തതുകൊണ്ട് ഞാൻ റോഡിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടെ ഇതുപോലെ തേരിപ്പുറത്ത് നിൽപ്പുണ്ട് മധുരച്ചീര, അതും കൂടെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. പിന്നെ നെല്ലിക്ക വന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെന്ത് പോയി, വെള്ളം വറ്റിയിട്ട്. അപ്പോൾ മോൻ ഉറങ്ങുന്ന സമയം ഇതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വേരുള്ള ഭാഗം കൊണ്ട് അത് നട്ടും വയ്ക്കണം.